വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. സോ ഐ തോട്ട് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളെ ഞാൻ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളെ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കരുതി അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കണം, കുറച്ചും കൂടെയൊക്കെ ആക്റ്റീവ് ആവണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയിരുന്നാലും എല്ലാം ആക്റ്റീവ് ആക്കണമെന്ന് എനിക്ക് വിചാരിച്ചു. ലൈക്ക് ഐ സൈഡ് ഒരു 2 മാസത്തോളം ഞാൻ ഭയങ്കര മടിയും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് ഇരിക്കുകയായിരുന്നു. സോ എനിക്കതിനുള്ളൊരു സമയം എനിക്കതിനുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഐ ആം ബാക്ക് അഗെയിൻ. സോ യാ, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഡെയിലി റുട്ടീൻ എന്നുള്ളതിനേയും കാട്ടിലും ഒരു സൺഡേ റീസെറ്റ് എന്നുള്ള രീതിയിലാണ്. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. സോ ആ റുട്ടീൻസ് കാണിച്ചു തരാൻ പറ്റും. പിന്നെ അല്ലാതെ വീട്ടിലെ അമ്മയും എല്ലാവരും ഉണ്ട്, അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കാൻ പറ്റും. സോ ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ടീ. സോ യാ, ഇത് നല്ല ക്യൂട്ട് ടീ ആണ്. എനിക്ക് ടീ കപ്പിലല്ലോ, സാധാരണ കപ്പാണ്. പക്ഷെ ഈ കപ്പെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് രാമേന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ലെറ്റ്സ് ഗോ. ഹലോ പ്രിൻസി, രണ്ട് അപരാധങ്ങളും കൂടെ ഉണ്ട്. ഒരപരാധം എവിടെ? ലെറ്റ് മീ സീ. അതാ ഇരിക്കുന്നു. ഇതാണ് വേറൊരു അപരാധം. അവൾക്ക് നമ്മൾ വിളിച്ചാലോ ഒന്നും അവളുടെ പേരൊന്നും കേൾക്കുന്നില്ല. ഹലോ വേറെ ഒന്നുമില്ല. അമ്മ ഒന്നും വച്ചില്ല. അമ്മ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചില്ല. സോ പപ്പ പുറത്തുനിന്ന് കുറച്ച് മുട്ടക്കറിയും പിന്നെ ഇടിയപ്പവും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഹെയർ വാഷ് തന്നെ ഉണ്ടാക്കി ശുദ്ധമായ റോസ്മേരി ഓയിൽ. അതാണ് ഞാൻ തലയിൽ തേക്കാൻ പോകുന്നത്. അമ്മേൻ്റെ തല ഒന്ന് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാവ് അമ്മ, എന്താ ഓക്കേ എന്നെ കാണും. അമ്മ കാണുന്നില്ല. എനിക്കിതുപോലെ തലമുടിയാക്കി ഇട്ടോ. ഇതെന്ത് ഇങ്ങനത്തെ കളറിൽ? ദാറ്റ്സ് അവർ പട്ടി ബഗീര. എപ്പോഴാണ് അവർ കുളിക്കുന്നത് മാഡം? കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്. എൻ്റെ കണ്ണ് അവിടുത്തെ. എന്നാ എൻ്റെ അമ്മയുടെ വക ഹോം മെയ്ഡ് പെഡിക്യൂർ ഉണ്ട്. അമ്മയുടെ വകയാണ് പെഡിക്യൂർ. അമ്മയുടെ തന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പെഡിക്യൂറാണ്. എൻ്റെ കാല് പൊള്ളുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഗുഡ്. കുളിയൊക്കെ ഞാൻ പാസ്സാക്കി. ഇനി ഒരു ഫേസ് മാസ്ക് വെച്ചാലോ എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എനിക്ക് ഈ സാധാരണ നമ്മുടെ ഫേസ് പാക്ക് ഇടുന്നതിനേയും കാട്ടിലും ഇഷ്ടം ഷീറ്റ് മാസ്ക് വയ്ക്കാനാണ്. സോ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയ്ക്കും എനിക്കും വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫേസ് മാസ്കുകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട്. സോ അമ്മയ്ക്കൊന്ന് എനിക്കൊന്ന്. അമ്മയ്ക്ക് അത് വേണം? സ്ട്രോബെറി. ഓക്കെ ഓക്കെ, ഞാൻ മിക്സഡ് ബെറീസ് വയ്ക്കാം. സോ ഇനി ഞാൻ വയ്ക്കട്ടെ. മിക്സഡ് ബെറീസ്. If the world was ending, you're gonna be next.
നല്ല മണം. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. സോ കുറച്ച് നേരം ബുക്ക് വായിക്കാം എന്ന് വിചാരിക്കുക. കറൻ്റ്ലി ഐ എം റീഡിങ് ദിസ് ബുക്ക്. ഇറ്റ്സ് കോൾഡ് ദ ഫോറസ്റ്റ് ഓഫ് എൻചാൻറ്റ്മെൻറ്റ്സ്. ദ ഫോറസ്റ്റ് ഓഫ് എൻചാൻറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഈ ബുക്കാണ് ഞാൻ വായിക്കുന്നത്. ഇത് ഇത്രയും ഇപ്പോൾ വായിച്ചിട്ടുണ്ട് ഞാൻ. ഒരു ദിവസം എന്നാ എടുത്തത്? ഐ തിങ്ക് വെള്ളിയാഴ്ച എടുത്തതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സൺഡേ. ഞാൻ ഇന്നലെ വായിച്ചില്ല. ഫുൾ സ്ക്രോളിങ് ഓൺ ദ ഫോൺ ആയിരുന്നു. ബട്ട് ഇന്ന് സിൻസ് സൺഡേ റീസെറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതുകൊണ്ട് ഐ എം ഗോയിങ് ടു റീഡ് ദിസ് ബാക്കി. ആൻഡ് ഇഫ് someone wants the plot, it's about ബേസിക്കലി രാമായണമാണ്. പക്ഷേ നമ്മളുടെ സീതയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള രാമായണ, ലൈക്ക് യു ക്യാൻ സേ സീതായന, അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ടിൽ നൗ ഐ എം ലവിങ് ദിസ് ബുക്ക്. എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് സീതയെയും രാമനെയൊക്കെ എനിക്ക് കാണുന്നതിനേയും കാട്ടിലും ഇങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഇമേജസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ബുക്ക് റിയലി ഹെൽപ്പ് മീ ക്രിയേറ്റിംഗ് ദാറ്റ് ഇമേജ്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സീത എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കി വായിക്കാൻ പോവുകയാണ്. ഇൻ ദ ഈവനിങ് എൻ്റെ അമ്മയും ഞാനും കൂടെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാം. ചിൽഡ്രൻ, ബൈ. ഈവനിങ് ആയിട്ടുണ്ട്. എൻ്റെ മുടിയും ആവശ്യത്തിനൊക്കെ ഉണങ്ങി. ഇങ്ങനെയൊക്കെ എൻ്റെ മുടി കിടക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് കേളിക്കറി മെത്തേഡൊക്കെ ചെയ്യണോ, കുറച്ച് വേവി അല്ലേ എന്നൊക്കെ. പക്ഷെ കുറച്ച് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഇത്രയും പ്രശ്നമില്ല. ആയിരുന്നോ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുഴപ്പമുണ്ടോ? ലൈക്ക് മുടിയുടെ ടെക്സ്ചർ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റാത്ത, അവിടെ ഇവിടെ കേളിയാണ്, അവിടെ ഇവിടെ സ്ട്രെയിറ്റ് ആണ്. ഇപ്പോൾ ഫുൾ ഒരു വേവി ലെക്കിലാണ് കിടക്കുന്നത്. ബട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പോകും. അങ്ങനത്തെ ഒരു രീതി. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകും. അതും കൂടെ ഉള്ളൂ ഇന്നത്തെ അജണ്ടയിൽ. വേറെ ഒന്നുമില്ല. ബസ് നൈസ് ഒരു വീട്ടിൽ തന്നെ ഇരിക്കുന്നൊരു ഫീലിംഗ് കൊള്ളാം. നാളെ ആകുമ്പോൾ പിന്നെയും പണി കയറണം. ഓക്കെ, ഒരു ബ്ലൂബെറി കൊടുക്കാം. നമ്മളിതാ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ. സൈഡിൽ കയറി നിൽക്കുമ്പോൾ ചേട്ടാ മഴ. സോ ഇറ്റ്സ് രാത്രിയായിട്ടുണ്ട് ഇപ്പോൾ. സോ ഞാനൊരു എന്താ പറയണ്ടേ, സൺഡേ മോസ്റ്റ് ഓഫ് ദ സൺഡേസ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്നാലും ഞാൻ എൻ്റെ ഈ സൺഡേ എന്തൊക്കെ ഞാൻ ചെയ്തു, എന്തൊക്കെയായിരുന്നു എൻ്റെ റുട്ടീൻസ് എന്നുള്ളതും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കി. I will be back with another beautiful videos in my YouTube and also my Instagram. If you guys are not following me on Instagram, do follow. It's harishma.binu. Simple. Harishma nadichu kodutha adilappo thanne varum. Then if you guys are like എൻ്റെ ബെയർ ഫേസ് കണ്ടിട്ട് ആരെങ്കിലും അത് പ്രശ്നമല്ല. യു ഷുഡ്, നമ്മളെല്ലാവരും നമ്മളുടെ എന്താ പറയണ്ടേ എല്ലാ ഫ്ലോസ്
അക്സെപ്റ്റ് ചെയ്തു എന്നും മുന്നോട്ട് പോകാൻ. സോ ഐ എം നോട്ട് I'm not ashamed of showing my bare face without any makeup or lipstick or anything at all. So it's not a problem for me, and I have done it entirely for this video. So I'm proud of myself. Yay, that's a big thumbs up from me to me. So yeah. Anyways, I'm going to end this video here, and പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തൊരു നല്ലൊരു വ്ലോഗുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. Till then, bye. Yeah, don't forget to like, share and subscribe.